കോതമംഗലത്ത് ന്യൂ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ കോതമംഗലം മുനിസിപ്പൽ സെക്രട്ടറി പൊതുമരാമത്ത് വകുപ്പിന് നോട്ടീസ് നൽകി. മുനിസിപ്പൽ റോഡ് അനുമതിയില്ലാതെ മുറിച്ചതിന്റെ പേരിലാണ് നടപടി. നിലവിലുണ്ടായിരുന്ന റോഡ് ഇല്ലാതാക്കിയതിനെതിരെ നേരത്തെ നാട്ടുകാർ രംഗത്ത് വരികയും അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. സ്റ്റോപ്പ് മെമ്മോ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബൈപ്പാസ് നിർമ്മാണം തടഞ്ഞാൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കി LDF രംഗത്ത് വന്നിട്ടുണ്ട്. തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനെതിരെയാണ് മുനിസിപ്പാലിറ്റിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ലയൺസ് ക്ലബിന്റെ സമീപത്തുകൂടിയുള്ള മുനിസിപ്പൽ റോഡ് ബൈപ്പാസ് നിർമ്മാണത്തിനായി മുറിച്ചിരുന്നു. മുനിസിപ്പാലിറ്റിയുടെ അനുമതിയില്ലാതെയാണ് റോഡ് കട്ട് ചെയ്തത്. റോഡ് അടച്ചുകെട്ടി നിർമ്മാണം നടത്തിയതായും മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബൈപ്പാസ് നിർമ്മാണത്തിന് മുനിസിപ്പൽ സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. മുനിസിപ്പൽ അനുമതിയില്ലാതെ നിർമ്മാണം നടത്തിവരുന്നതിനാലും പരിസരവാസികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നതിനാലും നിർമ്മാണ ജോലികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്നാണ് സെക്രട്ടറി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നൽകിയ നോട്ടീസിലുള്ളത്. ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുനിസിപ്പൽ റോഡ് ഇല്ലാതാക്കിയതിനെതിരെ പ്രദേശവാസികൾ നേരത്തെ രംഗത്തു വന്നിരുന്നു. റോഡ് ഉൾപ്പെടുന്ന ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനത്തിനിടെ പലതവണ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും വീടുകൾ അപകടാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു. തങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ മുനിസിപ്പാലിറ്റിക്കുൾപ്പെടെ പരാതി നൽകി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ നടപടിയുണ്ടായിട്ടുള്ളത്. അതേസമയം ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനം അട്ടിമറിക്കാനാണ് മുനിസിപ്പാലിറ്റിയുടെ നീക്കമെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ആരോപിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട്. സങ്കുചിത രാഷ്ട്രീയ താൽപര്യമാണ് അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ കാണിച്ചുള്ള സ്റ്റോപ്പ് മെമ്മോയ്ക്ക് പിന്നിൽ. ബൈപ്പാസ് നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന വികസന വിരോധികളെ പൊതുസമൂഹം തിരിച്ചറിയണം. ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികളായ MS ജോർജ്, CPS ബാലൻ എന്നിവർ വ്യക്തമാക്കി. GTV ന്യൂസ്, കോതമംഗലം.